ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസത്തിന് ഒരു ഗ്യാപ്പിന് ശേഷം ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു. അതായത് നമുക്ക് എല്ലാവർക്കും ടൂ വീലർ എടുക്കുമ്പോൾ നമ്മുടെ പുതിയ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ഡൗട്ടുകളുണ്ട്. ആ ഡൗട്ടുകൾ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പുതിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് ഡൗട്ട്, നമുക്ക് ഏത് ടൈപ്പുള്ള ഇൻഷുറൻസ് ആണ് എടുക്കേണ്ടത്, നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ഉണ്ട്. പല ഷോറൂമുകൾ നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബ്രീഫ് നമുക്ക് തരാറില്ല. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പം അതിനാൽ നമുക്ക് ഇൻഷുറൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോഴത്തെ സമയത്ത്. നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പുള്ള ഇൻഷുറൻസ് ആണ് വരുന്നത്. ഒന്ന് തേർഡ് പാർട്ടി, 2 ഓൺ ഡാമേജ്, 3 കോംപ്രഹെൻസീവ് ഇൻഷുറൻസ്. ഈ 3 ടൈപ്പുള്ള ഇൻഷുറൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അതിന്റെ കൂടെ ഏകദേശം 13ഓളം ആണോൺ കവറേജും ഇതിന്റെ അകത്ത് വരുന്നുണ്ട്, ഇൻഷുറൻസിന്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ അകത്ത് ഓരോന്നിനെയും കുറിച്ചും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്താന്ന് വെച്ചാൽ നമുക്കോ നമ്മുടെ വണ്ടിക്കോ ഇൻഷുറൻസ് കവർ ആവില്ല. നമ്മുടെ വണ്ടി പോയി വേറൊരു വണ്ടിയോ വേറെ ഒബ്ജക്റ്റീവോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇടിച്ചാൽ അവർക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇതിന്റെ അകത്ത് നമ്മുടെ വണ്ടിയുടെ ക്ലെയിമും നമുക്കുണ്ടാവുന്ന ഡാമേജും ഈ ഇൻഷുറൻസ് കവർ ചെയ്യില്ല. പക്ഷെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ വണ്ടി നിരത്തിലിറക്കാൻ പറ്റുള്ളൂ. ഓൺ ഡാമേജ് ഇൻഷുറൻസ്, അതായത് നമ്മുടെ വണ്ടിക്കും നമുക്കും കവറേജ് കിട്ടുന്നതാണ് ഓൺ ഡാമേജ് ഇൻഷുറൻസ്. നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയാൽ അത് റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റും അതേപോലെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആയാൽ അതിനുമുള്ളതാണ് ഓൺ ഡാമേജ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഇൻഷുറൻസ് ആണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് TPI തേർഡ് പാർട്ടി ഇൻഷുറൻസും ഓൺ ഡാമേജ് ഇൻഷുറൻസും രണ്ടുകൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇതിന്റെ അകത്ത് ഈ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എടുത്താൽ വണ്ടിക്ക് ആക്സിഡന്റ് ആയാൽ നമ്മുടെ വണ്ടി പണിയാൻ നമുക്കുള്ള കവറേജ് കിട്ടും. പ്ലസ് നമ്മുടെ വണ്ടി വേറൊരാളുടെ വണ്ടിയിൽ ഇടിക്കുകയോ വേറെ എന്തെങ്കിലും സാധനം ഡാമേജ് ആയാൽ അതിന്റെ തേർഡ് പാർട്ടി കവർ ചെയ്യുന്നു. ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്തിട്ട് ഇതിനെയാണ് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, അല്ലെ സീറോ ഡിപ്രീസിയേഷൻ, അല്ലെ നിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഇൻഷുറൻസ്. ഇത് ആക്ച്വലി ഇൻഷുറൻസ് അല്ല, നമുക്കുള്ള ഇൻഷുറൻസിന്റെ അത് ആഡ് ഓൺ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഉള്ള ഇൻഷുറൻസ്, നമ്മളിപ്പോൾ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് എടുത്തതിൻ്റെ അകത്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. ഒരു 13-13 ബെനിഫിറ്റുകൾ ആഡ് ഓൺ ചെയ്യാം. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ഇതാണ് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യുന്നതാണ് സീറോ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ നിൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഇൻഷുറൻസ്. ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി എന്തെങ്കിലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ആ പോളിസി എക്സസ് എമൗണ്ട് ആയ ഒരു 500 അല്ലെങ്കിൽ 1000 രൂപ മാത്രമാണ് അടയ്ക്കേണ്ടി വരുന്നത്. ബാക്കിയുള്ള ഫുൾ പൈസയും നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അടുത്തൊരു ആഡാണ് NCV പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ വണ്ടി എപ്പോഴേലും ഒരു ആക്സിഡന്റ് ക്ലെയിം ആയാൽ നമുക്ക് അടുത്ത വർഷം ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നോ ക്ലെയിം ബോണസ്, അതായത് നമ്മുടെ NCV നഷ്ടപ്പെടും. ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ NCV ആക്സിഡന്റ് ഉണ്ടായി ക്ലെയിം ചെയ്താൽ നമ്മുടെ NCV നഷ്ടപ്പെടാതെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ആഡാണ് റിട്ടേൺ ടു ഇൻവോയ്സ്. ഇതിന്റെ അകത്ത് തന്നെ പേരിൽ പറയുന്നതിനോട് തന്നെ നമുക്ക് വണ്ടി ക്ലെയിം ആയി അല്ലെങ്കിൽ ടോട്ടൽ ലോസ് ആവുകയാണെങ്കിൽ റിട്ടേൺ ടു ഇൻവോയ്സ്, ആ ഇൻവോയ്സ് വാല്യൂ എത്രയാണോ അതേ എമൗണ്ട് തന്നെ നമുക്ക് ഇൻഷുറൻസ് കമ്പനി റിട്ടേൺ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇതൊരു മൂന്നാമത്തെ ആഡോണാണ്. നാലാമത്തെ ആഡോണാണ് റോഡ് സൈഡ് അസിസ്റ്റന്റ്. ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനിയും നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റന്റ് കവറേജ് ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് വണ്ടി എവിടെയും വെച്ച് ബ്രേക്ക് ഡൗൺ ആയാൽ ആ സമയത്ത് നമുക്ക് വേണ്ടിയുള്ള സഹായം അസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് റോഡ് സൈഡ് അസിസ്റ്റന്റ് കവറേജ്. ഇതിന്റെ 24/7 സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല ഇൻഷുറൻസ് കമ്പനി. അഞ്ചാമത്തെ ആടാണ് റിപ്പയർ ടു ഗ്ലാസ് ആൻഡ് ഫൈബർ പ്ലാസ്റ്റിക്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇൻഷുറൻസിന്റെ അകത്തും പ്ലാസ്റ്റിക് ഐറ്റത്തിനും ഗ്ലാസിനും 50% ഡിപ്രീസിയേഷൻ എമൗണ്ട് കഴിച്ചിട്ടാണ് നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 100 രൂപ കോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപ മാത്രമേ ഇൻഷുറൻസിൽ കവർ ആവുന്നുള്ളൂ. ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ എമൗണ്ടും ഇൻഷുറൻസിന്റെ അകത്ത് കവർ ആവുകയും നമുക്ക് മുടക്കുന്ന, അതായത് എത്ര രൂപയാണോ ആ കോസ്റ്റ് ആവുന്നത് ആ പൈസ നമുക്ക് തിരിച്ച് കവർ ചെയ്ത് ഇൻഷുറൻസിന് റീഇംബേഴ്സ്മെന്റ് കിട്ടുകയും ചെയ്യുന്നതാണ്. ആറാമത്തെ ആഡാണ് ഡെയിലി അലവൻസ് കവർ. ഡെയിലി അലവൻസ് കവർ എന്ന് പറഞ്ഞാൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇൻഷുറൻസ് കവറിലുള്ള വണ്ടി ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെൻസ്, അതായത് നിശ്ചിത എമൗണ്ട് വെച്ച് എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി റീഇംബേഴ്സ്മെന്റ്, ഇതിനാണ് ഡെയിലി അലവൻസ് കവറേജ് എന്ന് പറയുന്നത്. ഇത് ഒരു ആഡോൺ ആണ്, ആറാമത്തെ ആഡോൺ ആണ്. ഏഴാമത്തെ ആഡോൺ എമർജൻസി ട്രാൻസ്പോർട്ട് ആൻഡ് ഹോട്ടൽ എക്സ്പെൻസ്. നമ്മുടെ വണ്ടി എവിടെയും വെച്ച് ബ്രേക്ക് ഡൗൺ ആക്സിഡന്റ് ആയോ അല്ലെ ബ്രേക്ക് ഡൗൺ ആയാലും നമുക്ക് നിയറസ്റ്റ് സിറ്റി വരെ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള എക്സ്പെൻസ് ഇൻഷുറൻസിന്റെ അകത്ത് കവർ ചെയ്യും. ഇത് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും നമ്മുടെ ഇൻഷുറൻസിന്റെ അകത്ത്. എട്ടാമത്തെ ആഡ് ഓൺ ആണ് കീ റീപ്ലേസ്മെന്റ്. കീ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല്
നമ്മുടെ കീ ലോസ്റ്റ് ആയി, അല്ല നമ്മുടെ വണ്ടിയുടെ കീ എവിടെയെങ്കിലും മിസ്പ്ലേസ് ആവുകയാണോ ലോസ്റ്റ് ആവുകയാണെങ്കിലും നമുക്ക് അത് പുതിയ കീ സെറ്റ് മാറാനുള്ള ആഡ് ഓണുകൾ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി തെഫ്റ്റില് മോഷ്ടപ്പെട്ടു പോയിട്ട് വണ്ടി റിക്കവർ ചെയ്ത് കിട്ടുവാണെങ്കിൽ, വണ്ടി റിക്കവർ ചെയ്യുമ്പോൾ നമ്മുടെ ഓൾറെഡി ആ വണ്ടിയുടെ കീ സെറ്റ് ഇപ്പം കള്ളന്മാരുടെ കയ്യിലോ എന്തെങ്കിലും ആയ മുമ്പ് നമുക്ക് വീണ്ടും ഒരു സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി അതിന്റെ ഒരു കവറേജും കണ്ട് കീ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞൊരു കവറേജ് തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കീ ഒന്നില് കീ മിസ്പ്ലേസ് ആവുക, ലോസ്റ്റ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മുടെ മൊത്തത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് വണ്ടി തിരിച്ച് കിട്ടുമ്പോഴത്തേക്ക് അതിന്റെ കീ സെറ്റ് മാറാനുള്ള കോസ്റ്റ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാനുള്ള കോസ്റ്റ് നമുക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്യുന്നുണ്ട്. ഒമ്പതാമത്തെ ആഡ് ഓൺ ആണ് എഞ്ചിൻ സെക്യൂർ. എഞ്ചിൻ സെക്യൂർ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ എങ്ങനെയും ഫ്ലഡിൽ, അപ്പം നമ്മൾ വെള്ളപ്പൊക്കത്തിൽ പോയി എഞ്ചിൻ ഫ്ലഡിൻ്റെ അകത്താവുക, അല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ അകത്ത് സംഭവിക്കുന്ന ഡാമേജുകൾസ് ഇത് നമുക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടും. ഇൻഷുറൻസ് കമ്പനി തന്നെ എഞ്ചിൻ പണിയാനുള്ള റീപ്ലേസ് അല്ലെങ്കിൽ പണിയാനുള്ള റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പത്താമത്തെ ആഡ് ഓൺ ആണ് ടയർ സെക്യൂർ. ടയർ സെക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടയർ സെക്യൂർ ഇൻഷുറൻസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയർ പൊട്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ടയറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ, ടയറിനോ ട്യൂബിനോ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസിലൂടെ ടയർ റീപ്ലേസ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള കോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതാണ് പത്താമത്തെ നമ്മുടെ ആഡ് ഓൺ ടയർ സെക്യൂർ എന്ന് പറയുന്നത്. നമ്മുടെ 11ാമത്തെ ആഡ് ഓൺ ആണ് കൺസ്യൂമർ എക്സ്പെൻസ്. അതായത് നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ്, അതായത് നമ്മുടെ B2B ഇൻഷുറൻസ് പോലും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ കൺസ്യൂമേഴ്സ്, അതായത് നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ മാറാനുള്ള കോസ്റ്റ്, അല്ലെങ്കിൽ ഗിയർ ഓയിൽ മാറാനുള്ള കോസ്റ്റ്, വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള കോസ്റ്റ്, ഇതൊന്നും നമുക്ക് കൺസ്യൂമറിൽ നമുക്ക് ഇൻഷുറൻസിനെ കവർ ചെയ്യില്ല. അപ്പൊ വണ്ടി ഫ്രണ്ട് കൊണ്ട് തട്ടി, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ ഭാഗം തട്ടി അതിന്റെ ഓയിൽ പോയി, ഗിയർ ഓയിൽ പൊട്ടി, ഗിയർ ഓയിൽ പോയി, ഈ ഓയിലുകൾ ഒന്നും മാറാനുള്ള കോസ്റ്റ് നമുക്ക് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യില്ല. പക്ഷെ നമ്മൾ കൺസ്യൂമർ എക്സ്പെൻസിന്റെ ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അകത്ത് വരുന്ന ഗിയർ ഓയിൽ മാറാനുള്ളതായാലും എഞ്ചിൻ ഓയിൽ മാറാനുള്ളതായാലും ടോട്ടൽ കൺസ്യൂമേഴ്സിന്റെ എക്സ്പെൻസ് ആയാൽ പോലും നമുക്ക് ഈ ഇൻഷുറൻസിന്റെ അകത്ത് കവർ ചെയ്യും. നമ്മൾ ബമ്പർ ടു ബമ്പർ എടുത്താൽ പോലും ഇൻഷുറൻസിന്റെ അകത്ത് ഓയിലും ഓയിൽ ഫിൽറ്ററിന്റെയോ അല്ലെങ്കിൽ ഗിയർ ഓയിലിന്റെയോ ഒന്നും കവറേജ് കിട്ടത്തില്ല. പക്ഷെ ഈ ആഡ് ഓൺ, അതായത് ഈ ആഡ് ഓൺ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എക്സ്പെൻസിന്റെ ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓയിലിന്റെയും മാറാനുള്ള എക്സ്പെൻസ്, ഓയിൽ ഫിൽറ്റർ, ഗിയർ ഓയിൽ, ഇതെല്ലാം നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കവർ ചെയ്ത് കിട്ടും. 12ാമത്തെയാണ് ലോസ് ഓഫ് പേഴ്സണൽ ബിലോങ്സ്. അതായത് നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആകുന്ന സമയത്ത് നമ്മൾ പാനിക്കില് നമുക്ക് നമ്മുടെ വണ്ടിക്കകത്തുള്ള നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ അതിൻ്റെ അകത്ത് നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പം ഇത് നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്ന കൂടെ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ ആക്സിഡന്റ് മേ ബി നമ്മുടെ ആക്സിഡന്റ് ആകുന്ന സമയത്ത് നമുക്ക് ബോധമില്ലെങ്കിൽ തന്നെ നമ്മുടെ പല ഐറ്റംസും മിസ്പ്ലേസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോസ്റ്റ് വരെയുള്ള നമ്മുടെ പേഴ്സണൽ ബിലോങ്സിന്റെ വാല്യൂസ് നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇൻഷുറൻസ് കമ്പനി അത് കവർ ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. ഞാൻ ഇനിയും പറയുന്നത് ആഡ് ഓൺ അല്ല, PA കവറേജ് എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് എല്ലാവരും എടുക്കേണ്ടി വരുന്നതാണ്. പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ആണ് PA കവറേജ് പറഞ്ഞാൽ. ഇത് നമ്മൾ വണ്ടി ആക്സിഡന്റ് ആകുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന്, അതായത് നമ്മുടെ ഒരു കാര്യമുണ്ട്, വണ്ടി ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്ത് അവർ തന്നെ ഓടിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് കവർ ചെയ്യുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ PA കവറേജ് എടുക്കേണ്ടതാണ്. ഇപ്പൊ PA കവറേജ് പല കമ്പനിയും 15 ലക്ഷം രൂപ വരെ PA കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആക്സിഡന്റ് ആയി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഹോസ്പിറ്റൽ എക്സ്പെൻസും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യുന്നത്. അതിനാണ് PA കവറേജ് എന്ന് പറയുന്നത്, പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് എന്ന് പറയുന്നത്. ഇത് പലർക്കും ഡൗട്ട് ഉണ്ട്. ചിലപ്പം ഒരു കാർ ഉള്ള ഒരു കസ്റ്റമർ തന്നെ ഒരു 2 വീലർ എടുക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഓൾറെഡി ആ PA കവറേജ് കാറിന്റെ ഇൻഷുറൻസിന്റെ അടുത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും പുതിയ ബൈക്ക് എടുക്കുന്നതിന്റെ അകത്ത് PA കവറേജ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു PA കവറേജ് മതി. ഒരേ സമയത്ത് നമുക്ക് ഒരു കാറിന്റെ PA കവറേജ് ഉണ്ടെങ്കിൽ ബൈക്ക് വണ്ടി 2 വീലർ എടുക്കുന്ന സമയത്ത് ആ PA കവറേജ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ് പെയ്ഡ് ഡ്രൈവർ അല്ലെന്നുണ്ടെങ്കിൽ കോ പാസഞ്ചറിന്റെ ഇൻഷുറൻസ് കവറേജ്. നമ്മളിപ്പം പെയ്ഡ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് ഓണർ അല്ല വണ്ടി ഓടിക്കുന്നത്, നമ്മളൊരു ഡ്രൈവറെ വെച്ചാണ് ഓടിക്കുന്നതെങ്കിൽ വണ്ടിയുടെ ആക്സിഡന്റ് ആയ സമയത്ത് വണ്ടിക്ക് ഓടിക്കുന്ന കവറേജ് കിട്ടണമെങ്കിൽ പെയ്ഡ് ഡ്രൈവറിന്റെ എടുത്തിരിക്കണം. പെയ്ഡ് ഡ്രൈവറുടെ ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ ആ പുള്ളിക്ക് അതിനകത്ത് കവറേജ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ റിയർ പാസഞ്ചർ എന്ന് പറഞ്ഞാൽ 2 വീലറിന്റെ അകത്ത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഷോറൂമുകളെല്ലാം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഇരിക്കുന്ന രജിസ്റ്റേർഡ് ഓണർക്ക് മാത്രമേ PA കവറേജ് എടുക്കുകയുള്ളൂ. റിയറിൽ വരുന്ന ബാക്കി വരുന്ന ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ അവർക്കാർക്കും ഇൻഷുറൻസിന് അത് കവറേജ് കിട്ടത്തില്ല. ഏകദേശം ഒരു 300-350 രൂപ മുടക്കാന്നുണ്ടെങ്കിൽ റിയർ ഡ്രൈവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ കോ പാസഞ്ചർക്കും നമുക്ക് ഇൻഷുറൻസ് കവറേജ് ചെയ്യാൻ പറ്റും, പെയ്ഡ് കവറേജ് എടുക്കാൻ പറ്റുന്നതായിരിക്കും.
അതേപോലെ തന്നെ ഇൻഷുറൻസിന്റെ ക്ലെയിം പ്രോസസിന്റെയും എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ്. നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ വണ്ടിയുടെ ആക്സിഡന്റ് ഇന്റിമേഷൻ ചെയ്യണമെന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഈ ടൈം പീരീഡ്, അതായത് വണ്ടിയുടെ ആക്സിഡന്റ് ഇന്റിമേഷൻ ചെയ്യാനുള്ള ടൈം പീരീഡ് പലർക്കും ഡൗട്ട് ഉണ്ട്. ആക്ച്വലി ഇൻഷുറൻസിന് IRA റൂൾ അനുസരിച്ച് 24 മണിക്കൂർ ടു 72 മണിക്കൂറിനുള്ളിൽ, അതായത് 72 മണിക്കൂറിനുള്ളിൽ ആക്സിഡന്റ് ഇന്റിമേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കണം. നമ്മൾ ആക്സിഡന്റ് ആയ വണ്ടിയുടെ ഇന്റിമേഷൻ റിപ്പോർട്ട് ചെയ്യും. നമ്മൾ ഈ എല്ലാ ഇൻഷുറൻസ് പോളിസിയുടെ ഏറ്റവും മേളിൽ ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് വിളിച്ചിട്ട് നമുക്ക് ആക്സിഡന്റ് ഇന്റിമേഷൻ ചെയ്യാൻ പറ്റും. ആക്സിഡന്റ് ഇന്റിമേഷൻ ചെയ്യുമ്പോൾ ചില ഇൻഷുറൻസ് കമ്പനി അതിന്റെ കൂടെ തന്നെ ആ ഫോട്ടോഗ്രാഫ് കൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. മേ ബി നമ്മൾ ആക്സിഡന്റ് ആകുന്ന സമയത്ത് നമുക്ക് പാനിക്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കമ്പനി 72 മണിക്കൂർ വരെ ടൈം തന്നേക്കുന്നത്. 72 മണിക്കൂറിൽ ഇന്റിമേഷൻ ചെയ്യണം. ഇതിനും ചെയ്യാൻ പറ്റില്ല, മാക്സിമം 7 ഡേയ്സിനുള്ളിലും ഇന്റിമേഷൻ ചെയ്തിരിക്കണമെന്നാണ് റൂള്. 7 ഡേയ്സിന് ഇന്റിമേഷൻ ചെയ്തില്ലെങ്കിൽ ഇൻഷുറൻസ് റിജക്ഷൻ ചെയ്യാനുള്ളത്, അതായത് ക്ലെയിം റിജക്ഷൻ ചെയ്യാനുള്ളത്, പോളിസി ഇൻഷുറൻസ് ക്ലെയിമിന്റെ ഇത് ലാപ്സ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ഇത്രയുമാണ് ഇൻഷുറൻസ് കവറേജ്. ഇൻഷുറൻസിനെ കുറിച്ച് നമ്മുടെ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. അതേപോലെ തന്നെ നമ്മുടെ ഒരു വണ്ടി എടുത്തതിന് ശേഷം ക്ലെയിം വന്നു കഴിഞ്ഞാൽ ക്ലെയിം നമുക്ക് 3 രീതിയിൽ സെറ്റ് ചെയ്യാം. ഒന്നിൽ നമുക്ക് ഷോറൂമിൽ നമ്മുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് അടച്ചിട്ട് വണ്ടി റിലീസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് പേയ്മെന്റ് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിൽ ഫുൾ പേയ്മെന്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കസ്റ്റമറുടെ ബില്ലിങ്ങും ഷോറൂമായിട്ടുള്ള ടൈം പോളിസിയുടെ അനുസരിച്ചായിരിക്കും അത് അവര് ഷോറൂംകാർ എഗ്രി ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഇൻഷുറൻസ് എടുക്കാൻ സമയത്ത്, അതായത് പുതിയ വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഗവൺമെന്റ് റൂൾ, അതായത് ഏകദേശം 2016 ശേഷം ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 1 വർഷത്തേക്ക് കോംപ്രഹെൻസീവോ അല്ലെങ്കിൽ ഫുൾ കവറോ എടുക്കണം. അതിനുശേഷം 4 വർഷം തേർഡ് പാർട്ടിയാണ് എടുക്കുന്നത്. ടോട്ടൽ 5 വർഷം ഇൻഷുറൻസ് ആണ് നമുക്ക് കവറേജ് ആവുന്നത്. 1 ഇയർ B2B അല്ലെങ്കിൽ ഫുൾ കവർ, അല്ലെന്നുണ്ടെങ്കിൽ ഓൺ ഡാമേജ് പോളിസി, കോംപ്രഹെൻസീവ് പോളിസി. അതിനകത്ത് TP മാൻഡറി ആയിട്ട് വരുന്നുണ്ട്. പ്ലസ് ബാക്കിയുള്ളത് ആഡ് ഓൺ ആണ്. നിങ്ങൾക്കറിയാം, ഈ 12 ആഡ് ഓൺസ് നിങ്ങൾ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ആഡ് ഓൺ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് PA കവറേജ് മസ്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. PA കവറേജ് മസ്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നേരത്തെ വണ്ടിയുടെ NCV ഉണ്ടെങ്കിൽ ആ NCVയും ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പുതിയ വണ്ടിക്കകത്ത് എടുക്കുന്ന ഇൻഷുറൻസിന്റെ അകത്ത് നോ ക്ലെയിം ബോണസ് ആഡ് ചെയ്യാൻ പറ്റും. പഴയ കസ്റ്റമർക്ക് 45% വരെ NCV ഉണ്ട്. അത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ എടുക്കുന്ന ഇൻഷുറൻസിന്റെ അകത്ത് അത്രയും എമൗണ്ടിന്റെ അകത്ത് നമുക്കൊരു വേരിയേഷൻ കുറക്കും. ഏകദേശം 10,000 ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു 3,500-4,000 വരെ നമുക്ക് അതിൻ്റെ അത് കുറഞ്ഞു കിട്ടും. ആ NCV ആഡ് ചെയ്താൽ 4,000 രൂപ നമുക്ക് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഇപ്പം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചെടുക്കുക. ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് എന്താണോ ഇമ്പോർട്ടന്റ് അത് ആഡ് ഓൺ ചെയ്തെടുക്കുക. സീറോ ഡിപ്രീസിയേഷൻ ആയാലും ബമ്പർ ടു ബമ്പർ ആയാലും അതേപോലെ തന്നെ IDV പ്രൊട്ടക്ടർ ആയാലും അല്ലാതെ എഞ്ചിൻ കവർ ആയാലും കൺസ്യൂമേഴ്സിന്റെ ആയാലും നമുക്ക് ഏതാണോ വേണ്ടത്, നമുക്ക് ഏതാണോ വാല്യുബിൾ നോക്കിയിട്ട് എടുക്കുക.